അബുദാബിയിൽ ജോലി ചെയ്യുന്ന സലാഹുദ്ദീൻ മുൻ നിശ്ചയപ്രകാരമാണ് ദുബായിൽ നിന്നും കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യാനായി ദുബായിലെ എയർപോർട്ടിലെത്തിയത്. നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തമിഴ്നാട്ടിലെ മധുര വഴിയാണ് യാത്ര എന്നറിഞ്ഞു. മധുര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയപ്പോഴാണ് സലാഹുദ്ദീൻ ആ യാഥാർത്ഥ്യം അറിഞ്ഞത്. താൻ ഒഴികെയുള്ള വിമാനത്തിലെ മറ്റു യാത്രക്കാരെല്ലാം മധുരയിൽ ഇറങ്ങി. അവിടെ നിന്നും കരിപ്പൂരിലേക്ക് വിമാനത്തിൽ ഒറ്റയ്ക്കായിരുന്നു സലാഹുദ്ദീന്റെ യാത്ര. അവര് പറഞ്ഞു കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ഫുള്ളാണ്, നീ ഇപ്പോ മധുരയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മധുരയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്. അങ്ങനെ കുറച്ച് കൗണ്ടറിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. പിന്നെ അവര് ആരൊക്കെയോ ഫോൺ വിളിച്ച് ലാസ്റ്റ് എനിക്ക് എന്നോട് പറഞ്ഞു നീ മധുരയിലേക്കുള്ള ആ ഒരു ഫ്ലൈറ്റിൽ കയറിയിരിക്കുക, അതിന്ന് മധുര പോയിട്ട് അവിടെ ആളെ ഇറക്കിയിട്ട് പിന്നെ കാലിക്കറ്റിൽ കൊണ്ടുവിടും എന്ന് പറഞ്ഞു. ആ ഫ്ലൈറ്റ് പിന്നീട് കാലിക്കറ്റിൽ നിന്ന് ദുബൈയിലേക്ക് പറക്കാനുള്ള ഫ്ലൈറ്റാണ്. 5 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒറ്റയ്ക്കൊരു യാത്രക്കാരനായതിൽ പേടി തോന്നിയെന്നും സലാഹുദ്ദീൻ പറയുന്നു. പക്ഷേ മധുരയിൽ നിന്നും കരിപ്പൂർ വരെയുള്ള 30 മിനിറ്റ് യാത്ര അത്യപൂർവ അനുഭവമായി സലാഹുദ്ദീൻ ആസ്വദിച്ചു. എനിക്ക് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, കാരണം എന്നെയും കൊണ്ട് ഒറ്റക്ക് ഫ്ലൈറ്റ് അങ്ങനെ കാലിക്കറ്റിലേക്ക് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് വരാൻ പറ്റൂലേ എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പിന്നെ താഴെ ലഗേജ് എടുക്കാൻ വന്നപ്പോൾ ലഗേജ് എന്റെ കയ്യിൽ ഒരു സ്റ്റാഫ് നേരിട്ട് കൊണ്ടുവന്ന് തരിക ചെയ്തു. അല്ല VIP സ്റ്റൈലില് എല്ലാം, എവിടെയും ഒരു ഡിലേയും വന്നില്ല. കരിപ്പൂരിലെത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വെറും 10 മിനിറ്റ് മാത്രമാണ് എടുത്തത്. അതും ഒരു വിമാനത്താവളത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ അനുഭവമായി. ടാക്സി പിടിച്ച് വീട്ടിലെത്തി കോവിഡ് നിരീക്ഷണത്തിലാണ് ഇപ്പോൾ സലാഹുദ്ദീൻ. മീഡിയ 1 മലപ്പുറം.